ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. വഴിവിളക്കുകൾ പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് റീത്ത് വെച്ച് AIYF. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രവും ടൂറിസം മേഖലയുമായ മലയാറ്റൂർ മണപ്പാട്ടുചിറയിൽ സ്ഥാപിച്ച വഴിവിളക്കുകൾ തെളിയാത്തതിൽ പ്രതിഷേധിച്ച് ഒക്ടോബർ 20 ദീപാവലി ദിനത്തിൽ AIYF മലയാറ്റൂർ മേഖല കമ്മിറ്റി പ്രതിഷേധം സൂചനയായി റീത്ത് വെക്കുകയും സൂചനാ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. 110 ഏക്കറോളം വിസ്തൃതി വരുന്ന മനുഷ്യ നിർമ്മിത തടാകമാണ് മലയാറ്റൂർ മണപ്പാട്ടുചിറ. ഈ ചിറയ്ക്ക് ചുറ്റും 100 കണക്കിന് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്നുണ്ട്. നിരവധി സഞ്ചാരികൾ വന്നു ചേരുന്ന ഈ പ്രദേശത്ത് വെളിച്ച സംവിധാനം നിലവിലില്ല. കഴിഞ്ഞ വർഷം അങ്കമാലി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 29,61,000 രൂപ മുടക്കി സ്ഥാപിച്ച വഴിവിളക്കുകൾ മാസങ്ങളുടെ ഇടവേളയിൽ പ്രവർത്തനരഹിതമായി. കഴിഞ്ഞ ഒക്ടോബർ 2 നടത്തിയ വള്ളം കളിയുടെ ഭാഗമായി തിടുക്കത്തിൽ കേടായ വഴിവിളക്കുകൾ താൽക്കാലികമായി ശരിയാക്കിയെങ്കിലും വീണ്ടും പ്രവർത്തനരഹിതമായിരിക്കുകയാണ്. മലയാറ്റൂർ നീലേശ്വരം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിന്റെ പരിധിയിൽ വരുന്ന മണപ്പാട്ടുചിറ പ്രദേശമാണിത്. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രം എന്ന നിലയ്ക്കും ടൂറിസം എന്ന നിലയ്ക്കും ഒരു വളരെ പ്രധാനമാണ്. നിരവധിയായിട്ടുള്ള ലൈറ്റുകൾ ഈ ചിറയ്ക്ക് ചുറ്റും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നാളുകളായിട്ട് ഇവിടെ ലൈറ്റുകളൊന്നും തെളിയുന്നില്ല. അവസാനമായിട്ട് 2021 MLA ശ്രീ റോജി M. ജോണിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 29,61,000 രൂപ ചെലവഴിച്ച് ഇവിടെ നിർമ്മിച്ചിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇത്രയും കുറഞ്ഞ വർഷത്തിനിടയ്ക്ക് തന്നെ ഒത്തിരി തവണ ഈ ലൈറ്റുകൾ കേടാവുകയും ഇതുവരെയായിട്ടും ഇതൊന്ന് മെയിൻ്റെനൻസ് ചെയ്ത് കിട്ടുന്നതിന് യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ 2 നടന്ന വള്ളംകളിയോടനുബന്ധിച്ച് മാത്രമാണ് ഈ ലൈറ്റുകൾ ഇവിടെ തെളിയിക്കുകയുണ്ടായിട്ടുള്ളത്. ഇത് ചൂണ്ടിക്കാട്ടി നിരവധി തവണ പഞ്ചായത്തിനെയും MLAയും സമീപിച്ചെങ്കിലും ഫലമുണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് AIYF മണപ്പാട്ടുചിറയിൽ സ്ഥാപിച്ചിട്ടുള്ള വഴിവിളക്കുകൾ പൂർണ്ണമായും നിലവിലെ കേടുപാടുകൾ പരിഹരിച്ച് തെളിയിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള സൂചനാ പ്രതിഷേധം സംഘടിപ്പിച്ചതെന്ന് മലയാറ്റൂർ AIYF മേഖലാ സെക്രട്ടറി തോമസ് പോൾ അറിയിച്ചു. വാർഡ് മെമ്പർ ബിൻസി ജോയ്, CPI കാടപ്പാറ ബ്രാഞ്ച് സെക്രട്ടറി അനിൽ ബാബു, ജിനോ ജോണി തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹ ആൽബിൻ, ആൻഡ്രൂസ്, മെബിൻ ആൽബിൻ തുടങ്ങിയവർ സൂചന സമരത്തിൽ പങ്കെടുത്തു. വഴിവിളക്കുകൾ വൈകാതെ തെളിയിക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾ തുടങ്ങുമെന്ന് മലയാറ്റൂർ AIYF മേഖല കമ്മിറ്റി അറിയിച്ചു. ചിറക്കക്കര അവിടെ ഭാഗത്തൊക്കെ ലൈറ്റ് കളിച്ചിട്ടുണ്ട്. ഇതൊരു തരം ധാർഷ്ട്യമാണ്. ഞങ്ങളിത് തോന്നുമ്പോൾ ചെയ്യുള്ളൂ, ഞങ്ങൾക്ക് തോന്നിയാലേ ഇത് ചെയ്യുള്ളൂ. വേണമെന്ന് വെച്ചാൽ നടക്കുമെന്ന് കഴിഞ്ഞ ഒക്ടോബർ 2 ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. ഇത്ര നാളുകളായിട്ട് തെളിയാണ്ട് കിടന്ന വഴിവിളക്കുകൾ ഇവിടെ ഒരു പരിപാടി വന്നപ്പോൾ, അല്ലെങ്കിൽ MLA മുന്നിട്ട് നടത്തിയ ഒരു വള്ളംകളിയുടെ പരിപാടി വന്നപ്പോൾ അന്ന് രാത്രി ഇവിടെ കത്തുകയും പിറ്റേ ദിവസം തുടങ്ങിയത് ഇവിടെ ഈ ലൈറ്റുകൾ പിന്നെയും കത്താതിരിക്കുകയും ചെയ്യുന്നു. ഇതെന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? അവർക്ക് വേണ്ടപ്പോൾ മാത്രം കത്തിക്കാനാണെങ്കിൽ 29 ലക്ഷം 30 ലക്ഷം രൂപ മുടക്കി ഇവർക്ക് ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ? ന്യൂസ് ബ്യൂറോ, മലയാറ്റൂർ.